ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നമ്മുടെ 5th മൊഡ്യൂളിൽ ബാക്കിയുണ്ടായിരുന്ന വെർട്ടെക്സ് കളറിങ് എന്ന് പറയുന്ന പോർഷനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെർട്ടെക്സ് കളറിങ് എന്ന് പറയുന്ന പോർഷൻ വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂൾ 5 ഉള്ള ഒരു പോർഷനാണ്. വെർട്ടെക്സിൻ്റെ കളറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സെക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കളറിങ്ങിൻ്റെ ഡെഫിനിഷനിൽ നിന്നാണ്. പ്രോപ്പർ കളറിംഗ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ചാപ്റ്ററിൽ ഉൾക്കൊള്ളുന്ന കണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിങ്സും അതുപോലെ തന്നെ കളറിങ് തിയറംസും. ഓക്കെ, കളറിങ് തിയറംസുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറച്ച് സെക്ഷൻസ് നമ്മളിവിടെ നോക്കാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് പ്രോപ്പർ കളറിങ് എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്കാണ് കടക്കുന്നത്. പ്രോപ്പർ കളറിങ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു പ്ലാനാർ ഗ്രാഫിന് എങ്ങനെയൊക്കെ നമുക്ക് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കും, എത്ര വിധത്തിൽ പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഈ പറയുന്ന സെക്ഷനിൽ നോക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോപ്പർ കളറിങ് എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് പോകാം. പ്രോപ്പർ കളറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ഓൾ ദി വെർട്ടിസസ് ഓഫ് എ ഗ്രാഫ് വിത്ത് കളേഴ്സ് സച്ച് ദാറ്റ് നോ ടു അഡ്ജസൻറ്റ് വെർട്ടിസസ് ഹാവ് ദി സെയിം കളർ. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രാഫിനകത്തെ വെർട്ടിസസിനെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കളർ ചെയ്യുന്നതിനെയാണ് പ്രോപ്പർ കളറിങ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രത്യേക രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിന് സെയിം കളർ വരാൻ പാടില്ല. ഓക്കെ, അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിന് സെയിം കളർ വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രോപ്പർ കളറിങ്ങിൻ്റെ റൂള്. അപ്പോൾ അഡ്ജസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെർട്ടിസസ് എപ്പോഴാണ് അഡ്ജസൻ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെർട്ടിസസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ, ഓക്കെ, രണ്ട് വെർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ ആ വെർട്ടിസസ് എന്താണ്, അഡ്ജസൻ്റ് ആണെന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കാണുന്ന ഗ്രാഫുകളിൽ ഈ ഒരു ട്രയാങ്കിളിൽ ഈ വെർട്ടെക്സും ഈ ഒരു വെർട്ടെക്സും അഡ്ജസൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് രണ്ടും അഡ്ജസൻ്റ് ആണ്. അതായത് ഇതിലത്തെ ഏത് പെയർ ഓഫ് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അവ രണ്ടും എന്തായിരിക്കും, അഡ്ജസൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇനിയിപ്പം നമ്മൾ അടുത്ത ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന റെക്റ്റാങ്കിൾ, ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ 4 വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ രണ്ട് വെർട്ടിസസ് അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയെ ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ വെർട്ടെക്സും എന്താണ്, അഡ്ജസൻ്റ് ആണ്. ഈ വെർട്ടെക്സും അഡ്ജസൻ്റ് ആണ്. ഈ വെർട്ടെക്സും അഡ്ജസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വെർട്ടിസസ് ഒക്കെ അഡ്ജസൻ്റ് ആണ്. എന്നാൽ ഈ രണ്ട് കോർണർ വെർട്ടിസസ് എന്തല്ല, അഡ്ജസൻ്റ് അല്ല. കാരണം അവയെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു എഡ്ജ് അവിടെയില്ല. അതുപോലെ തന്നെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വെർട്ടിസസും എന്തല്ല, അഡ്ജസൻ്റ് അല്ല. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വെർട്ടിസസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുക എന്നുള്ളതാണ് പ്രോപ്പർ കളറിങ്ങിൻ്റെ റൂള്. ആ ഒരു റൂള് പ്രകാരം തന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഗ്രാഫിനൊക്കെ എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും, വെർട്ടിസസിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിവിടെ ഈ ഒരു ഇതൊരു ഗ്രാഫാണ്, ഒറ്റൊരു എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫാണ്. ആ എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫിനകത്ത് രണ്ട് വെർട്ടിസസ് ആ എഡ്ജിൻ്റെ എൻഡ് വെർട്ടിസസ് ആണ്. സോ അവ രണ്ടും എന്താണ്, അഡ്ജസൻ്റ് ആണ്. സോ അവയ്ക്ക് രണ്ടിനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുത്തു. ഒരു വെർട്ടെക്സ് റെഡ് കൊടുത്തു, അടുത്ത വെർട്ടെക്സ് ഗ്രീൻ കൊടുത്തു. അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ട്രയാങ്കിൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. അതുപോലെ തന്നെ ഇതും ഒരു കംപ്ലീറ്റ് ഗ്രാഫാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാൽ അവ എന്തായിരിക്കും, അഡ്ജസൻ്റ് ആണ്. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് വെർട്ടിസസ് ട്രയാങ്കിളിൽ എപ്പോഴും അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 വെർട്ടിസസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ആ റെക്റ്റാങ്കിളിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുത്തു. ഗ്രീനും റെഡും കൊടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന റെക്റ്റാങ്കിളിനെ വെർട്ടിസസിന് കളർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പറയുന്ന വെർട്ടെക്സിന് ഗ്രീൻ, ഇത് റെഡ്, പിന്നെ ഇവ രണ്ടും അഡ്ജസൻ്റ് അല്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ ഇവ രണ്ടും അഡ്ജസൻ്റ് ആയതുകൊണ്ടും ഇവ രണ്ടും അഡ്ജസൻ്റ് അല്ലാത്തത് കൊണ്ടും നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും, ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ കളർ തന്നെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, റെഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം റെഡും
ഈ പറയുന്ന വെർട്ടെക്സും ഈ വെർട്ടെക്സും എന്താണ് സെയിം കളർ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണ്. സോ സെയിം കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ റെഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യുക എന്നുള്ള ഒരു ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഈ ഗ്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വെർട്ടീസസും കോർണർ വെർട്ടീസസ് എന്തല്ല, അഡ്ജസൻ്റ് അല്ല. ഡയഗണൽ വെർട്ടീസസ്, കോർണർ വെർട്ടീസസ് എന്നല്ല, ഡയഗണൽ വെർട്ടീസസ് അഡ്ജസൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ കളർ തന്നെ ഇവിടെയും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇത് ഗ്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് റെഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ഈ രണ്ട് വെർട്ടീസസിനും കളർ എന്താണ്, ഗ്രീനാണ്. അപ്പോൾ ആ ഗ്രീനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ വേണം നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത റെക്റ്റാങ്കിൾ തന്നെയാണ്, പക്ഷേ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന വെർട്ടെക്സിന് ഞങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കളർ ഗ്രീനാണ്. ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു വെർട്ടെക്സിന് പോലും നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല, ഗ്രീൻ കളർ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. സോ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് നമ്മൾ എടുക്കുകയാണ്, ഈ വെർട്ടെക്സ് നമ്മൾ മറ്റൊരു കളർ കൊടുക്കുന്നു, ഏത്, റെഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിനൊന്നും എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല, റെഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. സോ ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിന് റെഡ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു കളർ ചൂസ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഇതും മാത്രമാണ് ഉള്ളത്. ഇതിന് ഓൾറെഡി നമ്മൾ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കളർ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ഗ്രീൻ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. എപ്പോഴും നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. ഈ രണ്ട് വെർട്ടീസസും അഡ്ജസൻ്റ് എല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഗ്രീൻ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഈ രണ്ട് വെർട്ടീസസും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ എഡ്ജ് ഉള്ളതുകൊണ്ട് ഇതിന് എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല, ഗ്രീൻ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യണം. യെല്ലോ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് യെല്ലോ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള മറ്റു വെർട്ടീസസ്, ഈ 3 വെർട്ടീസസാണ് ഉള്ളത്. ഈ 3 വെർട്ടീസസും യെല്ലോയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യണം. അത് നമുക്ക് ഏത് കൊടുക്കാം, റെഡ് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ റെഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് വെർട്ടീസസും അഡ്ജസൻ്റ് അല്ലാത്തത് കൊണ്ടും ഈ ഒരു വെർട്ടെക്സിന് ഗ്രീൻ കളർ ആയതുകൊണ്ടും നമുക്ക് ഇവിടെ റെഡ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെ കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ 4 വെർട്ടെക്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള മറ്റു വെർട്ടീസസിന് മറ്റ് കളേഴ്സാണ് കൊടുക്കുന്നത്. മറ്റേതെങ്കിലും ഒരു കളർ കൊടുക്കണം. ഇത് നമ്മൾ റെഡ് ചൂസ് ചെയ്തു. ഇത് റെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള മറ്റു വെർട്ടീസസിന് നമ്മൾ എന്ത് കൊടുക്കണം, ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള മറ്റ് കളർ ചെയ്യാത്ത മറ്റു വെർട്ടീസസ് പറയുമ്പോൾ ഈ രണ്ട് വെർട്ടീസസ് നമുക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ തന്നെ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഗ്രീൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതും ഈ വെർട്ടെക്സും അഡ്ജസൻ്റ് ആയതുകൊണ്ട് പ്രോപ്പർ കളറിങ് എന്ന് പറയുന്ന കളറിങ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യുന്നു, യെല്ലോ കളർ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് യെല്ലോ കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ബാക്കി 3 വെർട്ടീസസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുക്കണം. ഇത് യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗ്രീനോ റെഡോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ബട്ട് ഇത് ഇവിടെ ഗ്രീനോ റെഡോ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ കളറിങ് എന്ന് പറയുന്ന ആ ഒരു റൂള് നമുക്ക് ബ്രേക്ക് ചെയ്യപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റെഡും ഇതിന് ഗ്രീനും ഇതിന് റെഡും കളറുണ്ട്. ഇവ രണ്ടും എന്താണ്, ഇതിനോട് അഡ്ജസൻ്റ് ആണ്. സോ നമുക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ യൂസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ടാണ് വെർട്ടെക്സിനെ കളർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ കളറിങ് റൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോപ്പർ കളറിങ് എന്ന് വിളിക്കുന്നത്. പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി ഒരു ഗ്രാഫിന് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് കളേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മിനിമം നമ്പർ ഓഫ് കളേഴ്സ് റിക്വയർഡ് ടു കളർ എ ഗ്രാഫ് പ്രോപ്പർലി ഈസ് നോൺ ആസ് ക്രോമാറ്റിക് നമ്പർ. ഓക്കെ, ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്ന ആ നമ്പറിനെ നമ്മൾ കാപ്പ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാപ്പ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കാപ്പ നമ്പർ ഓഫ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ കാപ്പ ക്രോമാറ്റിക്, ഇല്ലെങ്കിൽ കെ ക്രോമാറ്റിക്, സിമ്പിളായിട്ട് നമുക്ക് കെ ക്രോമാറ്റിക് എന്ന് വിളിക്കാം. ഒരു ഗ്രാഫ് കെ ക്രോമാറ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിന് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, കെ ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഗ്രാഫിന് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
പ്രോപ്പർലി കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ഐസൊലേറ്റഡ് വെർട്ടീസസ് ഈസ് വൺ ക്രോമാറ്റിക്. ഒരു വെർട്ടെക്സിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫ് എപ്പോഴും വൺ ക്രോമാറ്റിക് ആണ്. അതുപോലെ തന്നെ എ ഗ്രാഫ് വിത്ത് വൺ ഓർ മോർ എഡ്ജസ്, ഓക്കെ, ഒന്നോ അതിലധികമോ എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് കളേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 2 ക്രോമാറ്റിക് ആണെന്ന് പറയാം. അങ്ങനെയുള്ള ഗ്രാഫ്, ഒന്നിലധികം എഡ്ജസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫ് എന്തായിരിക്കും? ഒന്നിലധികം എഡ്ജസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒന്നിലധികം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുക, ഒന്നോ അതിലധികമോ എഡ്ജസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗ്രാഫ് അറ്റ്ലീസ്റ്റ് 2 ക്രോമാറ്റിക് ആണ്. എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് 2 ക്രോമാറ്റിക് ആവുന്നത്? ഇങ്ങനെ ഒരു ഗ്രാഫ്, ഒരു എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവ രണ്ടും എന്താണ്? ഈ രണ്ട് വെർട്ടീസസും അഡ്ജസൻ്റ് ആണ്. സോ ആ വെർട്ടീസസിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അറ്റ്ലീസ്റ്റ് 2 കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഇതിനെന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കൂ? പ്രോപ്പർ കളറിങ് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നോ അതിലധികമോ എഡ്ജസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് 2ഓ അതിലധികമോ ക്രോമാറ്റിക് നമ്പർ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 2 ക്രോമാറ്റിക് എന്ന് പറയാം. നെക്സ്റ്റ്, എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് n വെർട്ടീസസ് ഈസ് n ക്രോമാറ്റിക്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് n വെർട്ടീസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അത് n ക്രോമാറ്റിക് ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു 2 വെർട്ടീസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് നോക്കുക നിങ്ങൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് കണ്ടെയ്നിങ് നോ ലൂപ്സ് ആൻഡ് നോ പാരലൽ എഡ്ജസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് നമ്മൾ വിളിക്കുന്നത്. സോ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രാഫ് ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. 2 വെർട്ടീസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കംപ്ലീറ്റ് ഗ്രാഫാണ്. ആ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ നോക്ക്. കാപ്പയുടെ വാല്യൂ എപ്പോഴും 2 ആണ്. കാരണം ആ 2 വെർട്ടീസസും എന്താണ്? അഡ്ജസൻറ്റ് വെർട്ടീസസ് ആണ്. എക്സാക്ട്ലി 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫാണ്. 3 വെർട്ടീസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 3 കളേഴ്സ് നമുക്ക് വേണം. ഓക്കെ, 3 ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഈ ഗ്രാഫ് കംപ്ലീറ്റ് അല്ല, ഈ ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫാണ്. ഓക്കെ, ഈ ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫാണ്. സോ ഇതിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 വെർട്ടീസസ് ആണുള്ളത്. അതിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് 4 കളേഴ്സ് റിക്വയർഡ് ആണ്. അപ്പോൾ ഇതൊരു 4 ക്രോമാറ്റിക് ആയിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ ഇത് 2 ക്രോമാറ്റിക്, ഇത് 3 ക്രോമാറ്റിക്, ഇത് 4 ക്രോമാറ്റിക്. അപ്പോൾ n വെർട്ടീസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും? n ക്രോമാറ്റിക് ആയിട്ട് മാറും. ഇനി ഈ ക്രോമാറ്റിക് നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നമുക്ക് ക്രോമാറ്റിക് നമ്പർ എന്താണെന്ന് മനസ്സിലായി. എന്താ ക്രോമാറ്റിക് നമ്പർ? ഒരു ഗ്രാഫിന് പ്രോപ്പർ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ പ്രോപ്പർ ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുന്നത്. മിനിമം നമ്പർ ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോമാറ്റിക് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ട്രീയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നാമത്തെ തിയറം പഠിക്കുകയാണ്. എവരി ട്രീ വിത്ത് 2 ഓർ മോർ വെർട്ടീസസ് ഈസ് 2 ക്രോമാറ്റിക്. ഏത് ട്രീ എടുത്തു കഴിഞ്ഞാലും 2ഓ അതിലധികമോ വെർട്ടീസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ട്രീ എടുത്തു കഴിഞ്ഞാലും അത് 2 ക്രോമാറ്റിക് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് 2 ക്രോമാറ്റിക് എന്നുള്ളതിൻ്റെ പ്രൂഫ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഒന്നിലധികം വെർട്ടീസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ട്രീ എടുക്കുകയാണ്. അങ്ങനെ ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വെർട്ടെക്സ് V ചൂസ് ചെയ്യാം. ആ വെർട്ടെക്സ് ആ ട്രീയുടെ ഒരു റൂട്ടാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ പ്ലേസ് ചെയ്യും. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, റൂട്ട് ട്രീയും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V എന്ന് പറയുന്ന വെർട്ടെക്സ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. V എന്ന് പറയുന്ന വെർട്ടെക്സ് എന്താണ്? ആ വെർട്ടെക്സ് ഒരു റൂട്ടാണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ റൂട്ടാണെങ്കിൽ ഈ വിയുമായിട്ട് ഈവൺ ഡിസ്റ്റൻസ് കിടക്കുന്ന വെർട്ടീസസിനൊക്കെ വിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ ഏതാണോ അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, V എന്ന് പറയുന്ന വെർട്ടെക്സ് ഇതാണ്. നമ്മൾ ഈ പറയുന്ന ഗ്രാഫിനകത്ത് V എന്ന് പറയുന്ന വെർട്ടെക്സ് എങ്കിൽ ഈ V എന്ന് പറയുന്ന വെർട്ടെക്സിന് ഏതാണ് കളർ യൂസ് ചെയ്യുന്നത് അതേ കളറ് അതിനോട് ഈവൺ ഡിസ്റ്റൻസിലുള്ള മറ്റു വെർട്ടീസസിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈവൺ ഡിസ്റ്റൻസിലുള്ള മറ്റു വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ
ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണക്കാക്കുന്നത്. ഈ ഒരു വെർട്ടെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു വെർട്ടെക്സിലുള്ള ഡിസ്റ്റൻസ്, അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 1 ഡിസ്റ്റൻസിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന മറ്റു വെർട്ടീസസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഈ വിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പാത്തിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. സോ അത് വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഈവൻ ഡിസ്റ്റൻസിലുള്ള വെർട്ടിസസ്, അത് 2 ആണ് ഡിസ്റ്റൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എഡ്ജസ് ആണ് ഇവിടെ നിന്ന് ഈ പറയുന്ന പാത്തിലൂടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ലെങ്ത്ത് എന്താണ്, പാത്ത് ലെങ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. സോ ഈവൻ ലെങ്ത്തിലുള്ള വെർട്ടിസസിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, ഈവൻ ലെങ്ത്തിലുള്ള വെർട്ടിസസിനൊക്കെ നമ്മൾ ഏതാണോ നമ്മൾ ആ റൂട്ടിന് എടുത്തിരിക്കുന്ന കളറ് അതേ കളറ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനും ഡിസ്റ്റൻസ് 2 ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. സോ ഡിസ്റ്റൻസ് എന്താണ്, 2 ആണ്. പാത്ത് ലെങ്ത്ത് 2 ആണ് വരുന്നത്. സോ ഇതിനും നമ്മൾ റെഡ് കളർ യൂസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മറ്റു വെർട്ടീസസ് അതേ ഈവൻ ലെങ്ത്തിലുള്ള ഈവൻ ഡിസ്റ്റൻസിലുള്ള വെർട്ടീസസിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, ഉണ്ടെങ്കിൽ അതിന് റെഡ് കളർ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. മറ്റു വെർട്ടീസസ് ഉണ്ടല്ലോ, ഈവൻ ലെങ്ത്തിലല്ലാത്ത മറ്റു വെർട്ടീസസ്, അതായത് ഓഡ് ഡിസ്റ്റൻസിലുള്ള വെർട്ടീസസ് നമ്മൾ എന്ത് കൊടുക്കണം, മറ്റൊരു കളർ കൊടുക്കുക. അത് നമ്മളിവിടെ യെല്ലോ കളർ കൊടുത്തതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെ നമ്മൾ പ്രോപ്പർ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കളറിങ് എന്തായി മാറും, പ്രോപ്പർ കളറിങ് ആയി മാറും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് പ്രോപ്പർ കളറിങ് ആയിട്ട് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ട്രീയിലത്തെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാൽ ആ 2 വെർട്ടീസസിനെയും കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാത്തേ ഉണ്ടാവും. ഓക്കെ, ഒരു ട്രീയിലത്തെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാൽ, നോക്ക്, ഈ വെർട്ടെക്സും എടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടെക്സിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാത്തേ ഉണ്ടാവും. ഓക്കെ, അതിൽ ഒന്ന് അധികം പാത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സൈക്കിൾ വരും. ട്രീ എന്ന് പറയുന്നത് എന്താണ്, അസൈക്ലിക് ഗ്രാഫാണെന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. സോ ഒരു ട്രീയിലത്തെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാൽ ആ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടീസസിനെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാത്തേ ഉണ്ടാവും. ആ പാത്തിലത്തെ വെർട്ടീസസ് റിപ്പീറ്റഡ് അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വെർട്ടീസസ് റിപ്പീറ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെർട്ടെക്സിന് ഒരു കളർ കൊടുത്തു, അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ ഒരു പാത്ത് എടുത്ത് നോക്കുക നിങ്ങൾ. ഈ ഒരു പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ പാത്തിലത്തെ ഒരു വെർട്ടെക്സിന് നമ്മൾ റെഡ് കളർ കൊടുത്തു, അടുത്ത വെർട്ടെക്സിന് നമ്മൾ യെല്ലോ കളർ കൊടുക്കാം. കാരണം റെഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല, അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഇത് രണ്ടും അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് യെല്ലോ കളർ യൂസ് ചെയ്തു. ഇത് യെല്ലോ കളർ ആയതുകൊണ്ട് ഇതിന് നമുക്ക് ധൈര്യപൂർവ്വം റെഡ് കളർ കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ രണ്ടും ഏത് കാരണവശാലും അഡ്ജസ്റ്റൻ്റായി മാറില്ല. അഡ്ജസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇല്ലെങ്കിൽ അവിടേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന മറ്റൊരു പാത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യും. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയി കഴിഞ്ഞാലും അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം തന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും, റെഡ് കളർ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് കളർ തന്നെ ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റ് 2 വെർട്ടീസസ്, ഈ വെർട്ടെക്സും എടുത്തു കഴിഞ്ഞാൽ അവയെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാത്തേ ഉള്ളൂ. അപ്പോൾ ആ പാത്തിലത്തെ വെർട്ടീസസ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോപ്പർ കളറിങ് എന്ന് പറയുന്ന ഒരു കളറിങ് നമുക്ക് ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ പ്രോപ്പർ കളറിങ് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ മതി. 2 വെർട്ടീസസ് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ആ 2 വെർട്ടീസസിൻ്റെയും കളേഴ്സ് സെയിം കളറാണെങ്കിൽ നമ്മൾ എന്താണ് മീൻ ചെയ്യേണ്ടത്, ആ 2 വെർട്ടീസസും ഈവൻ ഡിസ്റ്റൻസിനാണ് കിടക്കുന്നതെന്നാണ് മീൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈവൻ ഡിസ്റ്റൻസിനാണ് കിടക്കുന്നതെന്നാണ് മീൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റ് 2 വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്ന വെർട്ടീസസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓഡ് ഡിസ്റ്റൻസ് കിടക്കുന്ന വെർട്ടീസസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഒരേ ഒരു പാത്ത് മാത്രമാണ്, മറ്റൊരു പാത്തും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കണ്ടീഷനും കൂടി നോക്കുമ്പോൾ കളറിങ് എന്തായി മാറും, പ്രോപ്പർ കളറിങ് ആയിട്ട് മാറും. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രൂഫ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് തിയറം നമ്പർ 2 പറയുന്നത് എ ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 എഡ്ജ് ഈസ് 2 ക്രോമാറ്റിക്. ഓക്കെ, കുറഞ്ഞത് ഒരു എഡ്ജെങ്കിലും ഉള്ള ഒരു ഗ്രാഫ് 2 ക്രോമാറ്റിക് ആവണമെങ്കിൽ എപ്പോഴാവുന്ന, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ സർക്യൂട്ട് ഓഫ് ഓഡ് ലെങ്ത്. ഓക്കെ, ഒരു ഗ്രാഫ് അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജിനെങ്കിലും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗ്രാഫ് 2 ക്രോമാറ്റിക് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ ഗ്രാഫിൽ എന്തുണ്ടാവാൻ പാടില്ല, സർക്യൂട്ട് ഓഫ് ഓഡ് ലെങ്ത് ഉണ്ടാവാൻ പാടില്ല. സർക്യൂട്ട് ഓഫ് ഓഡ് ലെങ്ത് ഉള്ള ഒരു സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല. ഓഡ് ലെങ്ത് ഉള്ള ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫിൽ റെക്റ്റാങ്കിൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഗ്രാഫിന് ഇതുപോലെ റെക്റ്റാങ്കിൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിൻ്റെ ലെങ്ത് എത്രയാണ്, ആ സൈക്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സൈക്കിളിൻ്റെ സർക്യൂട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 4 ആണ് വരിക. ഓക്കെ, ഇനിയിപ്പോൾ ട്രയാങ്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫാണെങ്കിൽ, ഒരു ട്രയാങ്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫാണെങ്കിൽ ആ പറയുന്ന ഗ്രാഫിൽ ഓഡ് ലെങ്ത് ഉള്ളതും അതുപോലെ തന്നെ ഇതേ സെയിം ഗ്രാഫ് തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ഗ്രാഫിൽ എന്തുണ്ട്, ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈവൺ ലെങ്ത് ഉള്ള സർക്യൂട്ടിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗ്രാഫ് പോലും എന്തായിരുന്ന ടു ക്രോമാറ്റിക് ആവില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്, ഒരു തിയറമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് ടു ക്രോമാറ്റിക് ആവണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടാവാൻ പാടില്ല, നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് പറയുന്നത്. ഒരു ഗ്രാഫ് ടു ക്രോമാറ്റിക് ആവണമെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല, ഒരു ഓഡ് ലെങ്ത് ഉള്ള ഒരു സർക്യൂട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇവിടെ കൊടുക്കുന്നത് പ്രൂഫ് കൊടുത്തിരിക്കുന്നത് ലെറ്റ് ജി ബി എ. നമ്മൾ ഒരു പ്രൂഫ് തുടങ്ങുമ്പോഴെപ്പോഴും അതിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, ഒരു ഗ്രാഫ് വേണം. എങ്ങനെയുള്ള ഗ്രാഫാണ് വേണ്ടത് നോക്ക്. ഇത് സഫിഷ്യൻ്റ് ആൻഡ് നെസസറി കണ്ടീഷൻ വരുന്ന കേസാണ്. അപ്പോൾ നമുക്ക് 2 പാർട്ട് നമുക്ക് തെളിയിക്കാണ്ട്. ഗ്രാഫ് ടു ക്രോമാറ്റിക് ആണെങ്കിൽ ആ ഗ്രാഫിൽ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നില്ല, ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്ന് ഫസ്റ്റ് പ്രൂവ് ചെയ്യിക്കണം. അടുത്തത് ഓഡ് ലെങ്ത് ഉള്ള ഒരു സർക്യൂട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഒരു ടു ക്രോമാറ്റിക് ഗ്രാഫാണ് എന്നുള്ളതും നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് ആദ്യം തന്നെ പ്ലേസ് ചെയ്യുക. ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യുക. അതായത് ടു ക്രോമാറ്റിക് ആണെങ്കിൽ ആ ഗ്രാഫിൽ എന്തില്ല, ഓഡ് ലെങ്ത് ഉള്ള സൈക്കിൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് പറയാണ്. ജി എന്താണ്, ഗ്രാഫ് ഹാവിങ് നോ സർക്യൂട്ട് ഓഫ് ഓഡ് ലെങ്ത് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ലെറ്റ് ജി ബി എ ഗ്രാഫ് ഹാവിങ് നോ സർക്യൂട്ട് ഓഫ് ഓഡ് ലെങ്ത് നമ്മൾ അസ്യൂം ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിനകത്ത് ഒരു സ്പാനിങ് ട്രീ നമ്മൾ എടുക്കുക. ആ ഗ്രാഫിനകത്ത് ഒരു സ്പാനിങ് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഗ്രാഫിലെ വെർട്ടിസസിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ട്രീനെയാണ്, ലൂപ്പ്ലെസ് ആയിട്ടുള്ള കണക്റ്റഡ് ഗ്രാഫിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്പാനിങ് ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. സോ ബൈ പ്രീവിയസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഒരു ട്രീ എന്താണ്, ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ ട്രീ ടു ക്രോമാറ്റിക് ആണെന്ന് അറിയാം. അപ്പോൾ സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാൽ സ്പാനിങ് ട്രീ എന്താണ്, ടു ക്രോമാറ്റിക് ആണെന്ന് നമുക്കറിയാമല്ലോ. സ്പാനിങ് ട്രീ ടു ക്രോമാറ്റിക് ആണ്. അപ്പോൾ കളർ ടി പ്രോപ്പർലി വിത്ത് എനി 2 കളേഴ്സ്. നമുക്ക് ആ പറയുന്ന ട്രീയെ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ആ ഗ്രാഫിൽ എന്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈവൻ ലെങ്ത് ഉള്ള സർക്യൂട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഒരു നോട്ടായിട്ട് കൊടുക്കാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ലെങ്ത് ഉള്ള ഏത് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും ആ സർക്യൂട്ട് എന്തായിരിക്കും, ടു ക്രോമാറ്റിക് ആയിരിക്കും. ഓക്കെ, ഈവൻ ലെങ്ത് ഉള്ള സർക്യൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് എപ്പോഴും എന്താണ്, ടു ക്രോമാറ്റിക് ആയിരിക്കും. ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ട് എപ്പോഴും അറ്റ്ലീസ്റ്റ് 3 ക്രോമാറ്റിക് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈവൻ ലെങ്ത് ഉള്ള സർക്യൂട്ടിനെ മാത്രമേ ടി എന്ന് പറയുന്ന ഗ്രാഫ് കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. സോ ആ ഗ്രാഫ് എന്തായിരിക്കും, ടു ക്രോമാറ്റിക് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്ത് ചെയ്താൽ മതി, നമ്മൾ സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യുക. സ്പാനിങ് ട്രീ ടു ക്രോമാറ്റിക് ആണെന്ന് അറിയാം. അപ്പോൾ അതിന് ആ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറും, ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ടിനെ കണ്ടെയ്ൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ ഈവൻ ലെങ്ത് ഉള്ള സർക്യൂട്ടിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട് അതെന്തായി മാറും, ഓട്ടോമാറ്റിക്കായിട്ട് ടു ക്രോമാറ്റിക് ആയിട്ട് മാറും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, അതായത് നമ്മൾ നോ ഗ്രാഫ് സർക്യൂട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ അത് ടു ക്രോമാറ്റിക് ആണ്. ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ ടു ക്രോമാറ്റിക് ആണെന്ന് തെളിയിച്ചു. അതുപോലെ തന്നെ ടു ക്രോമാറ്റിക് ആയിട്ടുള്ള ഏത് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് എന്തില്ല, ഓഡ് ലെങ്ത് ഉള്ള സർക്യൂട്ട് ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്
നമ്മൾ എന്ത് ചെയ്യാണ്? നൗ ആഡ് ദി കോഡ്സ് ഓഫ് ടി വൺ ബൈ വൺ സിൻസ് ജി ഹാസ് നോ സർക്യൂട്ട് ഓഫ് ഓഡ് ലെങ്ത് ആൻഡ് വെർട്ടിസസ് ഹാവ് റീപ്ലേസ്ഡ് ബൈ ഡിഫറെൻറ്റ്. തിരിച്ച് കൺവേഴ്സ്ലി നമ്മൾ പ്രൂവ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഇതാണ്. ഇഫ് ജി ഹാസ് എ സർക്യൂട്ട് ഓഫ് ഓഡ് ലെങ്ത്, ഓക്കെ, സപ്പോസ് ദാറ്റ് ജിക്ക് എന്തുണ്ട്, ഓഡ് ലെങ്ത് ഉള്ള ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. വി വുഡ് നീഡ് അറ്റ്ലീസ്റ്റ് 3 കളേഴ്സ് ജസ്റ്റ് ഫോർ ദാറ്റ് സർക്യൂട്ട്. ഒരു ഓഡ് ലെങ്ത് ഉള്ള ഒരു സർക്യൂട്ട്, നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യും. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്താ പ്രത്യേകത? ഈ സർക്യൂട്ടിലത്തെ ഈ പറയുന്ന വെർട്ടെക്സിന് റെഡ് കളർ കൊടുത്തു. ഓക്കെ, അടുത്ത വെർട്ടെക്സ് നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും? പ്രോപ്പർ കളറിങ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു കളർ ഗ്രീൻ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത വെർട്ടെക്സ് നമുക്ക് ധൈര്യപൂർവ്വം തന്നെ റെഡ് കളർ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തതിന് നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഗ്രീൻ കളർ ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മൾ ആദ്യം എന്ത് വേണം? റെഡ് കളർ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ ആ ഓഡ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് വെർട്ടെക്സിന് സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് വെർട്ടെക്സിന് ഗ്രീൻ, തേർഡ് വെർട്ടെക്സിന് റെഡ്, ഫോർത്ത് വെർട്ടെക്സിന് ഗ്രീൻ, പിന്നെ ഫിഫ്ത്ത് വെർട്ടെക്സിന് എന്ത് വരും? നമുക്ക് ഓഡ് ലെങ്ത് ഉള്ള, അതായത് ഓഡ് വെർട്ടിസസിനൊക്കെ എന്ത് വരും? സെയിം കളേഴ്സ് വരും. ഓക്കെ, ഇങ്ങനെ ഒരു പാത്താണ്, ആക്ച്വലി ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്താണ്. അപ്പോൾ ആ ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്തിന് കളർ കൊടുക്കുമ്പോൾ ഓഡ് വെർട്ടിസസിന് സെയിം കളർ കൊടുക്കുക, ഈവൺ വെർട്ടെക്സിന് സെയിം കളർ കൊടുക്കുക. ഓക്കെ, മറ്റൊരു കളർ കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്കാണ് ഇവിടെ പ്രൊസീഡ് ചെയ്യുന്നത്. ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. ആ ക്ലോസ്ഡ് പാത്തിനകത്തെ വെർട്ടിസസിന് 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും അവസാനം, അതായത് ഓഡ് വെർട്ടിസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിളാണ്. ഓക്കെ, ഓഡ് വെർട്ടിസസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സർക്കിളാണ്. അതായത് ഓഡ് ലെങ്ത് ഉള്ള ഒരു സൈക്കിളാണ്. അപ്പോൾ ഓഡ് ലെങ്ത് ഉള്ള സൈക്കിളിൻ്റെ അവസാനത്തെ വെർട്ടിസസിനും അതുപോലെ തന്നെ ഫസ്റ്റ് വെർട്ടിസസിനും നമ്മൾ കളർ വരുന്നത് സെയിം കളേഴ്സാണ്. ഓക്കെ, അത് പോസിബിൾ അല്ല നമുക്ക് പ്രോപ്പർ കളറിങ്ങിന്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 കളർ യൂസ് ചെയ്തിട്ട് മാക്സിമം 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ലാസ്റ്റ് വെർട്ടെക്സിന് അങ്ങനെ ഒരു പ്രോപ്പർ കളറിങ് കിട്ടുന്ന വിധത്തിൽ ഒരു കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. സോ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? മറ്റൊരു കളർ യൂസ് ചെയ്യേണ്ടി വരും. ബ്ലൂ കളർ നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് എന്തായി മാറും? 3 ക്രോമാറ്റിക് ആയി മാറും. ഓക്കെ, 3 ക്രോമാറ്റിക് ആയി മാറും. അപ്പോൾ ഓഡ് സൈക്കിൾസ് എപ്പോഴും എന്താണ്? 3 ക്രോമാറ്റിക് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈവൺ സൈക്കിൾസ് എപ്പോഴും എന്താണ്? ഈവൺ ലെങ്ത് ഉള്ള സൈക്കിൾസ് എപ്പോഴും 2 ക്രോമാറ്റിക് ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡ് ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓഡ് ലെങ്ത് ഉള്ള സൈക്കിളിന് എപ്പോഴും എന്താണ്? അത് 3 ക്രോമാറ്റിക് ആണെന്ന് കിട്ടും. സോ ദസ് ജി ഈസ് നോട്ട് 2 കളറബിൾ. ഓക്കെ, 2 കളറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്രോമാറ്റിക്, ദസ് ജി ഈസ് നോട്ട് 2 ക്രോമാറ്റിക് എന്ന് കിട്ടും. അതായത് ഒരു ഗ്രാഫ് ഓഡ് സൈക്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്തല്ല? 2 ക്രോമാറ്റിക് അല്ല എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മെത്തേഡ് ഓഫ് കോൺട്രാപോസിറ്റീവ്. അപ്പോൾ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ഒരു ഗ്രാഫ് 2 ക്രോമാറ്റിക് ആണെങ്കിൽ അതിന് ഓഡ് സൈക്കിൾസ് കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ഒരു ഗ്രാഫ് ഓഡ് ലെങ്ത് ഉള്ള സൈക്കിൾസ് കണ്ടെയ്ൻ ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി, ഒരു ഗ്രാഫ് 2 ക്രോമാറ്റിക് ആണെങ്കിൽ ആ ഗ്രാഫിന് ഓഡ് ലെങ്ത് ഉള്ള സൈക്കിൾസ് കണ്ടെയ്ൻ ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് കോൺട്രാപോസിറ്റീവ്, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആ ഗ്രാഫിൽ ഓഡ് ലെങ്ത് ഉള്ള സൈക്കിൾ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് 2 ക്രോമാറ്റിക് അല്ല എന്ന് പ്രൂവ് ചെയ്യിച്ചാൽ മതി. ആ ഒരു രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യിക്കുമ്പോഴാണ് തിയറം 2ൻ്റെ പ്രൂഫ്, അതായത് കൺവേഴ്സ് പാർട്ട്. ഓക്കെ, കൺവേഴ്സ് പാർട്ട് എന്തായി മാറുന്നത്? ട്രൂ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ തിയറം 2 ആ ഒരു രീതിക്ക് വേണം നമ്മൾ പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു തിയറം പറയുന്നത് ഡി മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? ഡി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ് ആണെങ്കിൽ ദെൻ ക്രോമാറ്റിക് നമ്പർ ഓഫ് ജിയുടെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1 + ഡി മാക്സ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. 1 + ഡി മാക്സ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 + ഡി മാക്സ്. ഓക്കെ, ക്രോമാറ്റിക് നമ്പർ ഓഫ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 + ഡി മാക്സ്. അതായത് ഡി മാക്സോ ഇല്ലെങ്കിൽ അതിനേക്കാൾ ഒന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ അത്ര മാത്രമേ കളേഴ്സ് നമുക്ക് ക്രോമാറ്റിക് നമ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം
പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ചൂസ് ചെയ്യുക. മാക്സിമം ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മാക്സിമം ഡിഗ്രി ഉള്ള വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് വെർട്ടെക്സ്. ഇതിന് മാക്സിമം ഡിഗ്രി കിട്ടുന്നത് ഇതാ ഒരു 3 ആണ് മാക്സിമം അതിൻ്റെ ഡിഗ്രി കിട്ടുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3 ആണെന്ന് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിന് ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള മറ്റു വെർട്ടീസസിനൊക്കെ എന്തേ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ചിലപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും മ്യൂച്വലി അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര വെർട്ടെക്സ് ഉണ്ട്, 1 2 3 വെർട്ടെക്സ് ഇവിടെ നമ്മൾ. അതുപോലെ തന്നെ ഈ വെർട്ടെക്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു കളറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കളേഴ്സ് റിക്വയർഡ് ടു കളർ ദീസ് വെർട്ടീസസ് ടു ഗെറ്റ് എ പ്രോപ്പർ കളറിങ് ഈസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്, ഈ പറയുന്ന ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതും കൂടി കളർ ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി എത്രയാണോ 3, അതിൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ, മാക്സിമം ക്രോമാറ്റിക് നമ്പർ കിട്ടുക എന്ന് പറയുന്നത് എന്താ കിട്ടുക, 1 + D max. ഓക്കെ, 1 + D max എന്നാണ് കിട്ടുക. ഓക്കെ, D max എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ഡിഗ്രി ഉള്ള വെർട്ടെക്സിൻ്റെ ഡിഗ്രി. ഓക്കെ, അതിനെയാണ് നമ്മൾ D max എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രാഫ് എടുത്തിട്ട് പറയുകയാണെങ്കിൽ, എന്താ ഇവിടെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രാഫ് കൺസിഡർ ചെയ്യാം. നേരത്തെ എടുത്തിരിക്കുന്ന ഗ്രാഫ്, അതിനോടൊപ്പം ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡി മാക്സിമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഡി മാക്സിമം. ഓക്കെ, കാരണം ബാക്കിയുള്ള വെർട്ടെക്സിനൊക്കെ എന്താണ് ഡിഗ്രി വരുന്നത്, 2 ആണ് ഡിഗ്രി വരുന്നത്. ബട്ട് ഈ പറയുന്ന വെർട്ടെക്സ് എന്താണ് ഡിഗ്രി വരുന്നത്, എത്രയാണ്, 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ചിലപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഗ്രാഫ് ആകാം. കംപ്ലീറ്റ് ഗ്രാഫ് ആവണം നിർബന്ധമൊന്നുമില്ല. സോറി, ഈ വെർട്ടെക്സ് ബാക്കിയുള്ള വെർട്ടെക്സസും ഒക്കെ ആയിട്ട് അഡ്ജസൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അഡ്ജസൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 വെർട്ടീസസുമായിട്ട് ഇതെന്താണ്, അഡ്ജസൻ്റ് ആണ്. ആ 4 വെർട്ടീസസും എന്താണ്, പരസ്പരം അഡ്ജസൻ്റ് ആണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ക്രോമാറ്റിക് നമ്പർ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രി എത്രയാണോ അത്രയുമാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിന് ഓൾറെഡി നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്. സോറി, ഇതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രി എത്രയാണോ അതിനോട് 1 കൂട്ടിയതാണെന്നാണ് പറയാം മാക്സിമം ക്രോമാറ്റിക് നമ്പർ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് തിയറം 3 പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നമുക്ക് എവരി 2 ക്രോമാറ്റിക് ഗ്രാഫ് ഈസ് ബൈപാർട്ടേറ്റ്. അതൊരു നോട്ടായിട്ട് ചൂസ് ചെയ്യേണ്ടതാണ്. എവരി 2 ക്രോമാറ്റിക് ഗ്രാഫ് ഈസ് ബൈപാർട്ടേറ്റ്. ഏത് 2 ക്രോമാറ്റിക് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അത് ബൈപാർട്ടേറ്റ് ആയിരിക്കും, അത് ഷുവറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് ഒരു ബൈപാർട്ടീഷൻ പറയുകയാണ്. ഇതുപോലെ നമ്മൾ ബൈപാർട്ടീഷൻ പറയുകയാണ്. ബൈപാർട്ടീഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈപാർട്ടീഷനിൽ വെർട്ടെക്സ് സെറ്റ് നമ്മൾ 2 സബ്സെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. 2 സബ്സെറ്റായിട്ട് ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ സെറ്റിലെയും വെർട്ടീസസ് നോൺ അഡ്ജസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവ രണ്ടും നോൺ അഡ്ജസൻ്റ് ആണ്, ഇവ രണ്ടും നോൺ അഡ്ജസൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവ രണ്ടും നോൺ അഡ്ജസൻ്റ് ആണ്, ഇവ രണ്ടും നോൺ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇത് വെർട്ടെക്സ് 1ഉം ഇത് വെർട്ടെക്സ് 2ഉം എടുത്തു കഴിഞ്ഞാൽ അതാണ് V1 V2 ആണ് പാർട്ടീഷൻ. വെർട്ടെക്സ് വിയുടെ പാർട്ടീഷൻ എങ്കിൽ V1ലത്തെ ഒരു വെർട്ടെക്സിനും എന്ത് കൊടുക്കാം, നമുക്ക് സെയിം കളർ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ V2ൻ്റെ വെർട്ടെക്സിനും നമുക്ക് എന്ത് കൊടുക്കാം, മറ്റൊരു കളർ സെയിം ആയിട്ടുള്ള, അതായത് സെയിം കളർ തന്നെ എല്ലാ വെർട്ടെക്സിനും എന്താണ് സെയിം കളർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് വെർട്ടീസസിനൊക്കെ എന്തായി മാറും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കിട്ടും. അതാണ് ബൈപാർട്ടീഷൻ്റെ ഡെഫിനേഷൻ. ഇതാണ് ബൈപാർട്ടീഷൻ്റെ ഡെഫിനേഷൻ. വി ക്യാൻ ഡിവൈഡ് ദി വെർട്ടെക്സ് സെറ്റ്, കംപ്ലീറ്റ് വെർട്ടെക്സ് സെറ്റ് V into 2
subsets v1 and v2 such a way that no two vertices in the same vertex subsets are adjacent. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിനിഷൻ പറയുന്നത്, ബൈപാർട്ടീഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെറ്റിലത്തെ വെർട്ടീസസിനൊക്കെ സെയിം കളർ കൊടുക്കാം, അടുത്ത സെറ്റിലുള്ള വെർട്ടീസസിനൊക്കെ മറ്റൊരു കളർ കൊടുക്കാം, എല്ലാ വെർട്ടീസസിനും സെയിം ആയിട്ടുള്ള കളർ തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇവ രണ്ടും അഡ്ജസൻ്റ് അല്ല എങ്കിൽ, ഈ സെറ്റിലത്തെ ഒരു വെർട്ടെക്സ് ഇതിനോട് അഡ്ജസൻ്റ് അല്ല എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും, ഇവിടെ എന്താണ് കളർ കൊടുത്തിരിക്കുന്നത് അതേ കളർ നമുക്ക് ഇവിടെയുള്ള എല്ലാ വെർട്ടീസസിനും കൊടുക്കാം. അപ്പോൾ അത് വൺ ക്രോമാറ്റിക്കായി മാറും. പക്ഷേ ബൈപാർട്ടീഷൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് ബിറ്റ്വീൻ ടു വെർട്ടീസസ് ഇൻ ദീസ് ടു സെറ്റ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. സോ അങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. ഇഫ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് ആൻഡ് ഗ്രാഫ് ഈസ് ബൈപാർട്ടേറ്റ്, ദെൻ ദാറ്റ് ഗ്രാഫ് ഷുഡ് ബി എ ടു ക്രോമാറ്റിക് ഗ്രാഫ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു നൾ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നൾ ഗ്രാഫിൽ വെർട്ടീസസ് മാത്രമേ ഉള്ളൂ, എഡ്ജസ് ഇല്ലാന്ന് നമുക്കറിയാം. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ അത് ബൈപാർട്ടീഷൻ പറയാം. ഒരു നൾ ഗ്രാഫ് എപ്പോഴും എന്താണ്, വൺ ക്രോമാറ്റിക് ആയിരിക്കും. ഓക്കെ, ഒരു നൾ ഗ്രാഫ് എപ്പോഴും വൺ ക്രോമാറ്റിക് ആയിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസ് മാത്രമേ നമ്മൾ എന്ത് പറയുന്നുള്ളൂ, ബൈപാർട്ടേറ്റ് ഗ്രാഫ് വൺ ക്രോമാറ്റിക് ആണെന്ന് പറയുന്നുള്ളൂ. ബാക്കി ഒരു എഡ്ജ്, അറ്റ്ലീസ്റ്റ് വൺ എഡ്ജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ബൈപാർട്ടേറ്റ് ഗ്രാഫിൻ്റെ പ്രോപ്പർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 2 കളേഴ്സ് മതി. ഓക്കെ, ഇനി ക്രോമാറ്റിക് പോളിനോമിയൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് പോളിനോമിയൽ, ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം പോളിനോമിയൽ ഫംഗ്ഷനെ നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ക്രോമാറ്റിക് പോളിനോമിയലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക, ഒരു ഗ്രാഫ് എടുക്കുക, ആ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് പോളിനോമിയലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക PN ഓഫ് ലാംഡ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, PN ഓഫ് ലാംഡ അതെന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് i = 1 to n ci ഇൻറ്റു ലാംഡ i. ഓക്കെ, ലാംഡ i എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3c2നെ 32 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, 3c2 എന്ന് പറയുന്നത് കോമ്പിനറ്റോറിയൽ നമ്പറാണ്, അത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചതാണ്. അപ്പോൾ 3c2നെ നമുക്ക് 32 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ലാംഡ ci-നെ നമുക്ക് ലാംഡ i എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ലാംഡ i എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ബ്രാക്കറ്റിലിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡെഫിനേഷൻ വരുന്നത്. അതിൻ്റെ അത് C1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ CI എന്താണെന്ന് ജനറലായിട്ട് പറയുന്നത്, CI be the different ways of properly coloring G using exactly I different colors. Okay, CI be the different ways of properly coloring G using exactly I different colors. I different colors, exactly I different colors. For example, I യുടെ വാല്യൂ 3 ആണെങ്കിൽ 3 ഡിഫറെൻറ്റ് C3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര വിധത്തിൽ എത്ര ഡിഫറെൻറ്റ് വേസ് നമുക്ക് ഗ്രാഫിനെ കളർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കളർ യൂസ് ചെയ്തിട്ട് എത്ര ഡിഫറെൻറ്റ് വേയിൽ, C1 എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. C2 എന്ന് പറയുന്നത് ആ ഗ്രാഫിനെ, ഓക്കെ, ഒരു ഗ്രാഫിനെ എത്ര വിധത്തിൽ നമുക്ക് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പ്രോപ്പർ കളറിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെറും കളറിങ് അല്ല, പ്രോപ്പർ കളറിങ്. അപ്പോൾ C1 എപ്പോഴും 1 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ഒരു ഗ്രാഫിനെ സംബന്ധിച്ചിട്ട്. ഗ്രാഫിൽ എഡ്ജസ് ഇല്ലാത്ത കേസസൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ C1 1 ആയി മാറുന്നുള്ളൂ. അല്ലാത്ത കേസസൊക്കെ C1 എന്തായി മാറും, 0 ആയി മാറും. ഓക്കെ, എഡ്ജസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും C1 എന്തായി മാറും, 0 ആയിട്ട് മാറും. ഇനിയിപ്പോൾ ഗ്രാഫ് C1 എന്താണ്, C2 എന്താണ്, C3 എന്താണ്, C4 എന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ യൂസ് ചെയ്തിട്ട് എത്ര ഡിഫറെൻറ്റ് വേസിൽ ഗ്രാഫിനെ പ്രോപ്പർ കളർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഗ്രാഫിനെ എത്ര വിധത്തിൽ നമുക്ക് പ്രോപ്പർ കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. C3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഗ്രാഫിനെ എത്ര വിധത്തിൽ നമുക്ക് പ്രോപ്പർ കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാംഡ ഐയുടെ ഡെഫിനിഷൻ, ലാംഡ ഐ എന്ന് പറയുന്നത് കോമ്പിനറ്റോറിയൽ നമ്പറാണ്. അപ്പോൾ ലാംഡ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ബൈ ഇതിന് നമുക്ക് ഈ ഒരു രീതിക്ക് എഴുതാൻ വേണ്ടി സാധിക്കുക. എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിനെ തുടക്കത്തിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ C1 ലാംഡ 1 പ്ലസ് C2 ലാംഡ 2, I = 2 വരുമ്പോൾ C2 ലാംഡ 2 പ്ലസ് C3 ലാംഡ 3 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും. എത്ര വരെ എഴുതാൻ വേണ്ടി സാധിക്കും, CN ലാംഡ n വരെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു രീതിക്ക് പോവുക. അപ്പോൾ ലാംഡ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ബൈ 1 ഫാക്ടോറിയൽ,
ലാംഡ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2, അതായത് 2 ഫാക്ടോറിയൽ. ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ലാംഡ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. അതായത് ലാംഡയിൽ നിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ തേർഡ് ഫാക്ടറിൽ, ഓക്കെ, ഒന്ന് കുറച്ച് പോകുന്ന രീതിയിൽ തേർഡ് ഫാക്ടറിൽ അവസാനിക്കും. ലാംഡയിൽ നിന്ന് തുടങ്ങി 1 ലാംഡ അടക്കം, ഓക്കെ, 1 2 3 ആ തേർഡ് ഫാക്ടറിൽ അത് അവസാനിച്ചു ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ലാംഡ 4 എന്ന് പറയുമ്പോൾ ലാംഡ അടക്കം 4 ഫാക്ടേഴ്സ് തുടങ്ങിയിട്ട് അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദി ക്രോമാറ്റിക് പോളിനോമിയൽ ഓഫ് ഫോളോയിങ് ഗ്രാഫ്. ക്രോമാറ്റിക് പോളിനോമിയൽ ഫോളോയിങ് ഗ്രാഫ്, ഈ പറയുന്ന ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഗ്രാഫിനെ സംബന്ധിച്ചിട്ട് ഒരു കളർ യൂസ് ചെയ്തിട്ട് ആ ഗ്രാഫിനെ ഒരു തരത്തിൽ നമുക്ക് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഇതൊക്കെ ട്രയാങ്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രയാങ്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫാണ്. ട്രയാങ്കിളിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫ് ഇല്ലെങ്കിൽ ട്രയാങ്കിൾ ഒരു ഓഡ് ലെങ്ത് ഉള്ള ഗ്രാഫാണ്. ഓക്കെ, ഓഡ് ലെങ്ത് ഉള്ള ഒരു സൈക്കിളാണ്. ഓഡ് ലെങ്ത് ഉള്ള സൈക്കിൾസ് ഒക്കെ എന്താണ്, അറ്റ്ലീസ്റ്റ് 3 ക്രോമാറ്റിക് ആണ്. ഓക്കെ, ഓഡ് ലെങ്ത് ഉള്ള സൈക്കിൾസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 ക്രോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കളർ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ കളറിങ് ഡിഫറെൻറ്റ് വേസ് നമുക്ക് ഒരു തരത്തിൽ നമുക്ക് പ്രോപ്പർ കളറിങ് കൊടുക്കാൻ സാധിക്കില്ല. സോ C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ 2 കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടും പ്രോപ്പർ കളറിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. C2ൻ്റെ വാല്യൂ 0 ആണ്. ഇനി 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ കളറിങ് എത്ര വിധത്തിൽ ചൂസ് ചെയ്യാം കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു ഗ്രാഫ്, ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 3 കളേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ട്രയാങ്കിളിനെയും നമുക്ക് 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് 3 ഫാക്ടോറിയൽ വേസ് കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 3 ഫാക്ടോറിയൽ വേസ് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിൾ 3 ഫാക്ടോറിയൽ വേസ് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത, ഇവിടെയുള്ള എല്ലാ ട്രയാങ്കിൾസിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസൊക്കെ എന്താണ്, കോമൺ വെർട്ടീസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ കോമൺ വെർട്ടീസസ് വരുമ്പോൾ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടീസസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് വേണം അതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള വെർട്ടീസസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിന് രണ്ടിനും കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഇതിന് കളർ ഏതാണ് കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ഓൾറെഡി ഇതിന് 3 ഫാക്ടോറിയൽ വേസ് കളർ ചെയ്തിട്ടുണ്ട്. സോ ഇതിന് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഒരു കളർ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇതിന് രണ്ടിനും അഡ്ജസൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കളർ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം, ഇതിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പറയുന്ന വെർട്ടെക്സിന് ഈ വെർട്ടെക്സുമായിട്ട് അഡ്ജസൻ്റ് ആയതുകൊണ്ട് ആ വെർട്ടെക്സിന് കളർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കളേഴ്സ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ വേണം ഇവിടെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, മൂന്നാമത്തെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 1 ആണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കളറ് ഇതിനും നമുക്ക് ഇതിൻ്റെ കളർ എന്താണ്, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ, ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ C3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് 3 ഫാക്ടോറിയൽ എന്നാണ്. C3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് 3 ഫാക്ടോറിയൽ. നെക്സ്റ്റ് C4ൻ്റെ വാല്യൂ, 4 കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര വിധത്തിൽ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. 4 കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ട്രയാങ്കിളിനെയും 4C2 വേസ് നമുക്ക് 4 × 3 ഫാക്ടോറിയൽ വേസ് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 4 × 3 ഫാക്ടോറിയൽ വേസ് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്ലസ് അഡീഷണൽ ആയിട്ട് ബാക്കി 2 വെർട്ടീസസും കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഡിഫറെൻറ്റ് വേസും കൂടി കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ പ്രൊഡക്റ്റ് റൂൾ പ്രകാരം C4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് കിട്ടും, C4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് which is equal to 4 factorial into 6 factorial, 4 × 6 factorial into 3 factorial into 2. ഓക്കെ, 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ആണ്, 6 ആണ്. സോ അതിൻ്റെ വാല്യൂ അവിടെ കൊടുത്തത് മാത്രമേ ഉള്ളൂ, 48 നമുക്ക് റിസൾട്ട് കിട്ടും. C4ൻ്റെ വാല്യൂ 48. സോ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. C5ൻ്റെ വാല്യൂ 5 ഫാക്ടോറിയൽ ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിൽ
ആകെ 5 വെർട്ടിസസേ ഉള്ളൂ. ആ 5 വെർട്ടിസസ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എത്ര ഡിഫറെൻറ്റ് വേസ് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിഫറെൻറ്റ് വേസ് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഒരു ഗ്രാഫ് ഇതുപോലെ കൺസിഡർ ചെയ്യണം. 5 വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് നമ്മളവിടെ കളർ യൂസ് ചെയ്യുകയാണ്. 5 കളേഴ്സ് യൂസ് ചെയ്യണം. ഇതിന് 5 കളേഴ്സ് നമ്മൾ ഏതെങ്കിലും ഒരു കളറ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 കളേഴ്സിൽ ഏതെങ്കിലും ഒന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ കളർ ചെയ്യേണ്ടത്. ബാക്കി 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിനെ കളർ ചെയ്യണം. ബാക്കി 2 യൂസ് ചെയ്തിട്ടും ബാക്കി 1 യൂസ് ചെയ്തിട്ടും ബാക്കി 2 വെർട്ടിസസിനെ നമുക്ക് യഥാക്രമം കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ 5x4x3x2x1 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് റൂൾ പ്രകാരമുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. 5 ഫാക്ടോറിയൽ ഡിഫറെൻറ്റ് വേസ് നമുക്ക് 5 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫിനെ കളർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാകുമ്പോൾ C4ൻ്റെ കേസിലാണ്. C4ൻ്റെ കേസ് നമ്മൾ വീണ്ടും നമ്മൾ കാണും. ഒരു പ്രോബ്ലം കൂടി നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്നുള്ളത് കാണും. ഓക്കെ, അത് കുറച്ച് ലേറ്റായിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് തരാം.